യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാനും കൈയൊടിക്കാനും കൊലപാതക ഭീഷണി മുഴക്കി നടന്ന ഒരാളാണ് ഇപ്പോൾ സ്റ്റാഫായിരിക്കുന്നത്. എന്നിട്ട് അവർ നമ്മളോട് വന്ന് പറയുകയാണ് സർക്കാരിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മളോട് ചെയ്യാം. 10 വർഷക്കാലം ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് നമുക്കിത് കേൾക്കേണ്ടി വരുമ്പോൾ നാട്ടിലുണ്ടാകുന്നൊരു പ്രയാസമാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത്. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്തും പാർട്ടിയുടെ ഭാഗത്തും ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ KPC പ്രസിഡന്റ് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾ പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രിമാരുടെ സ്റ്റാഫുമാരായി SFI നേതാക്കളെയും അതോടൊപ്പം AVP നേതാക്കളെയൊക്കെ തന്നെ നിയമിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ നിലവിൽ UDF നേതാക്കൾക്കെതിരെയുണ്ട്. UDFിൻ്റെ നിലവിലെ മന്ത്രിമാർക്കെതിരെ തന്നെയുണ്ട്. ആ രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് മന്ത്രി K തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫായി മന്ത്രിയുടെ ഡ്രൈവറായി ഒരു SFI നേതാവിനെ നിയമിച്ചു എന്നുള്ളൊരു ആക്ഷേപം വരുന്നത്. അത് ഉയർത്തിയത് സതീഷ് എന്ന് പറയുന്ന പാലക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പരസ്യമായി ഇതിനെതിരെ ഒരു പോസ്റ്റ് എടുക്കുകയും ചെയ്തു. അദ്ദേഹം നമ്മളൊപ്പം ഉണ്ട്. ഈ SFIക്കാരൻ ആരാണിത്? എങ്ങനെ ഇയാൾ കുറേ കാലമായി SFIയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? അതായത് ഞാൻ പങ്കുവച്ച പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനകത്ത് ആ പോസ്റ്റ് മുണ്ടൂരിലെ ബൊളീവിയൻ സഖാക്കൾ എന്ന പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റ് കഴിഞ്ഞ മാർച്ച് 27 ഇട്ട പോസ്റ്റാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഇട്ട ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് CPIMൻ്റെ ഷോള് ധരിച്ച് ചെഗുവേരയുടെ കൊടിയും വീശി അവിടെ DYFI നടത്തിയ മുണ്ടൂർ കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ട് DYFIയും CPMും നടത്തിയ ഒരു പരിപാടിയിൽ പുള്ളി പങ്കെടുത്ത ഫോട്ടോയാണ്. ആ 3 മാസങ്ങൾക്കിപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് മന്ത്രിയുടെ സ്റ്റാഫായിട്ട് ഇയാൾ വന്നതെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രശ്നം. അപ്പോൾ ആ നിലയ്ക്ക് അത് താഴെത്തട്ടിൽ നമ്മൾ പ്രവർത്തകരെ വല്ലാതെ അത് വേദനിപ്പിക്കുകയും കഴിഞ്ഞ 10 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളിയും തെരുവിൽ ചോര പൊടിഞ്ഞ് ഞങ്ങൾ നടത്തിയ സമരങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ആ നിലയിൽ നിരവധിയായിട്ടുള്ള കേസുകളിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്. 20, 30, 40 യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റിന് 100-ൽ പരം കേസുകളാണ് നിലവിലുള്ളത്. ഈ നിലയിൽ എല്ലാ പ്രവർത്തകർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായി 20-30 കേസുകളാണ്. ഈ കേസുകളും തല്ലുകൊണ്ട ആളുകളെ ഒന്നും ഈ സർക്കാരിൻ്റെ ഒരു സ്ഥാനമാനങ്ങളിലും പരിഗണിച്ചിട്ടില്ല. പാലക്കാട് നിന്നൊരു കോൺഗ്രസിനൊരു മന്ത്രി ഉണ്ടായിട്ട് പാലക്കാട് ജില്ലയിലൊരു കോൺഗ്രസ് പ്രവർത്തകന് പുള്ളിയുടെ സ്റ്റാഫായിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊരു DYFIക്കാരനെ സ്റ്റാഫായിട്ട് മന്ത്രി അധികാരത്തിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ 15-ാം പക്കം സ്റ്റാഫായിട്ട് വെച്ചതിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നിങ്ങൾക്കറിയാലോ, യൂത്ത് കോൺഗ്രസ് ഒരിക്കലും ഒരു ഭരണവിലാസം സംഘടനയല്ല. എല്ലാ കാലത്തും ഈ സർക്കാരിനെ തിരുത്തിപ്പോയിട്ടുള്ളത് AK ആൻ്റണിയുടെ കാലം തൊട്ടുള്ള യൂത്ത് കോൺഗ്രസ് ആണ്. ആ നിലയിൽ ഈ നിലയിലുള്ള നിയമനങ്ങളാണ് ഈ മന്ത്രിമാരെ നടത്തുന്നതെങ്കിൽ മന്ത്രിമാർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടാകും. മന്ത്രി നേരിട്ട് തന്നെയാണ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മന്ത്രി നേരിട്ടാണോ മന്ത്രി വളഞ്ഞ വഴിയാണോ എന്നുള്ളതല്ല പ്രശ്നം, മന്ത്രിയുടെ സ്റ്റാഫിലുണ്ട് എന്നുള്ളതാണ്. ആ സ്റ്റാഫിൽ ആര് കൊടുത്തു, അതെങ്ങനെ ആ സ്റ്റാഫിനകത്ത് ഈ DYFIക്കാരൻ സജീവമായി കയറിപ്പറ്റി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാനും കൈയൊടിക്കാനും കൊലപാതക ഭീഷണി മുഴക്കി നടന്ന ഒരാളാണ് ഇപ്പോൾ സ്റ്റാഫായിരിക്കുന്നത്. എന്നിട്ട് അവർ നമ്മളോട് വന്ന് പറയുകയാണ് സർക്കാരിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മളോട് ചെയ്യാം. 10 വർഷക്കാലം ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് നമുക്കിത് കേൾക്കേണ്ടി വരുമ്പോൾ നാട്ടിലുണ്ടാകുന്നൊരു പ്രയാസമാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത്. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്തും പാർട്ടിയുടെ ഭാഗത്തും ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ KPC പ്രസിഡന്റ് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾ പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുപോലെ സർക്കാർ പ്രതിപക്ഷത്തിൽ അല്ലെങ്കിൽ UDF പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് നിരന്തരം സമരം ചെയ്തു. അങ്ങനെ നിരവധി കേസുകൾ ഉൾപ്പെട്ട ആളുകൾ അവരെയൊന്നും പരിഗണിച്ചില്ല. പകരം ഭരണത്തിൽ വന്നപ്പോൾ SFIക്കാരെ ഉൾപ്പെടെയാണ് പരിഗണിച്ചത് എന്നുള്ളൊരു ആക്ഷേപമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അതിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. സലാം മുഹമ്മദ്, മീഡിയ 1 പാലക്കാട്.